പോലീസും ക്യാമ്പസും തമ്മിലുള്ള യുദ്ധം ഇന്നിവിടെ അവസാനിക്കുക. വേദിക കൊലക്കേസിലെ പ്രധാന പ്രതി ആര്? ഉണ്ണികൃഷ്ണന്റെ അകാല മരണം കൊലപാതകമോ ആത്മഹത്യയോ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നിവിടെ ഈ 10ാം ദിവസം ചുരുളഴിയാൻ പോകും. റംലത്ത് നിങ്ങളെപ്പോലെ ഒരു ജേർണലിസ്റ്റാണ്. വേദികയുടെ ഫ്രണ്ടായ റംലത്ത് തന്നെയാണ് മഹേഷിന്റെ ഗേൾഫ്രണ്ട് എന്നറിഞ്ഞപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. വേദികയുടെ മരണത്തിന് മുമ്പ് എന്ത് നടന്നുവോ അതുപോലൊരു നാടകം ഞാനും എൻ്റെ കുട്ടികളും കൂടെ റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഇവരുടെ ഒളിച്ചോട്ടം ഞങ്ങൾ പ്ലാൻ ചെയ്ത നാടകത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒന്നും അറിയാതെ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നത് ക്യാൻറ്റീൻ മണിയാണ്. ഞങ്ങളുടെ അന്വേഷണം ചെന്ന് നിന്നത് സസ്പെൻഷനിലായ ഒരു പോലീസ് ഓഫീസറാണ്. ജീവൻ സർ. എന്റെ പ്രൊഡ്യൂസർ, അയ്യോ എന്റെ പവനായി ശവമായി. ഒരു സാധാരണ സബ് ഇൻസ്പെക്ടറായ രാമേന്ദ്രന് ക്യാപ്റ്റൻ രാജുവിന് വെച്ച് പടം പിടിക്കാൻ എവിടെ നിന്നാണ് പണം? മൂന്നാറിലെ സ്ഥലം വിറ്റതാണെന്ന് പറയുന്നു. മൂന്നാറിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലവുമില്ല. എന്നാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട്. ഈ പണമെല്ലാം എവിടെ നിന്ന് കിട്ടി? എന്താണ് ഇതിന്റെ സ്രോതസ്? അതും വേദിക കൊലക്കേസുമായിട്ട് എന്താണ് ബന്ധം? അതൊക്കെ രാമേന്ദ്രൻ പറയും. രാമേന്ദ്രൻ, ആളുകൾ കേൾക്കട്ടെ. സത്യം സത്യമായിട്ട് പറയണം. ഇന്നലത്തെ പോലെയല്ല. ക്യാമ്പസ് നിറച്ച് പിള്ളേരാ, അവർ കൈകാര്യം ചെയ്യും. ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. എല്ലാം ഇയാൾക്ക് വേണ്ടിയായിരുന്നു. മിസ്റ്റർ തെക്കൻ, താങ്കൾ സഹകരിച്ചേ പറ്റൂ. ചുറ്റും സ്റ്റുഡൻസ് ആണ്. ഇനി പറ രാമേന്ദ്ര. ഒരു ദരിദ്ര മലയോര കർഷക കുടുംബത്തിൽ ജനിച്ച തെക്കൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് കൃഷ്ണദാസ് സാറിന്റെ വലങ്കയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. ആരോരുമില്ലാത്ത തെക്കനെ പഠിപ്പിച്ച് IPS-കാരനാക്കിയതും കൃഷ്ണദാസ് സാറായിരുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ കൃഷ്ണദാസ് സാർ കൊല്ലപ്പെട്ടു. അതിന്റെ പിന്നിൽ തെക്കനായിരുന്നു. സത്യം പറ.